ലോകം ഉറ്റുനോക്കിയ ചരിത്രപരമായ കൂടിക്കാഴ്ചയ്ക്കാണ് വൈറ്റ് ഹൗസ് വേദിയായത്. പല നിർണായക തീരുമാനങ്ങളും ഉരുത്തിരിയപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ വാർത്താസമ്മേളനം ലോകശ്രദ്ധ നേടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് നെതന്യാഹു വാർത്താസമ്മേളനം നടത്തിയത്. അമേരിക്കയും പ്രസിഡന്റ് ട്രംപും ഇസ്രായേലിനോടും ഇസ്രായേൽ ജനതയോടും കാണിക്കുന്ന സ്നേഹത്തിനും സഹായത്തിനും അതിരറ്റ പിന്തുണയ്ക്കും നെതന്യാഹു നന്ദി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: നന്ദി മിസ്റ്റർ പ്രസിഡന്റ്. നിങ്ങളുടെ രണ്ടാം ടേമിൽ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ നേതാവാകാൻ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ജൂത രാഷ്ട്രത്തോടും യഹൂദ ജനതയോടുമുള്ള നിങ്ങളുടെ സൗഹൃദത്തിന്റെയും പിന്തുണയുടെയും തെളിവാണിത്. ഞാൻ ഇത് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു. വൈറ്റ് ഹൗസിൽ ഇസ്രായേലിന് ഇതുവരെയുണ്ടായിരുന്ന ഏറ്റവും വലിയ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപ് അത് നിങ്ങളാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനതയ്ക്ക് നിങ്ങളോട് ഇത്രയധികം ബഹുമാനവും സ്നേഹവും ഉള്ളത്. നിങ്ങളുടെ ആദ്യ ടേമിൽ നിങ്ങൾ ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചു. അമേരിക്കൻ എംബസി ജെറുസലേമിലേക്ക് മാറ്റി. ഇസ്രായേൽ സിറിയൻ അതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ പരമാധികാരം നിങ്ങൾ അംഗീകരിച്ചു. വിനാശകരമായ ഇറാൻ ആണവ കരാറിൽ നിന്ന് നിങ്ങൾ പിന്മാറി. ഇസ്രായേൽ 4 അറബ് രാജ്യങ്ങളുമായി സമാധാനം സ്ഥാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ ഇടനിലക്കാരൻ കൂടിയാണ് നിങ്ങൾ. 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് ചരിത്രപരമായ 4 സമാധാന ഉടമ്പടികൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ രണ്ടാം ടേമിന്റെ ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ നിർത്തിയിടത്തു നിന്നും തുടങ്ങിയിരിക്കുന്നു. ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളെ വിട്ടുകിട്ടുവാൻ നടപടി സ്വീകരിച്ചു. ബൈഡൻ ഭരണകൂടം മരവിപ്പിച്ച ആയുധ കയറ്റുമതി വീണ്ടും ട്രംപ് പുനഃസ്ഥാപിച്ചു. ഇസ്രായേൽ പൗരന്മാർക്കെതിരായ അന്യായമായ ഉപരോധങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചു. യഹൂദവിരുദ്ധതയുടെ വിപത്തിനെ നിങ്ങൾ ധൈര്യത്തോടെ നേരിട്ടു. തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും ചെയ്യുന്ന UNRWA പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് നിങ്ങൾ ധനസഹായം നൽകുന്നത് നിർത്തി. ഇറാനെതിരെ ഇന്ന് നടപടികൾ സ്വീകരിക്കുന്നു. അധികാരത്തിലേറിയ 2 ആഴ്ചയ്ക്ക് ശേഷം ഇതാണ് ഫലമെങ്കിൽ 4 വർഷത്തെ അദ്ദേഹത്തിന്റെ അധികാരത്തിന് കീഴിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമെന്നും നെതന്യാഹു പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഭയാനകമായ ഒക്ടോബർ 7 ആക്രമണം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ പൊതുശത്രുക്കളോട് പോരാടുകയും മിഡിൽ ഈസ്റ്റിന്റെ മുഖം മാറ്റുകയും ചെയ്തു. ആ പ്രസിദ്ധ ദിനത്തിൽ 40-ലധികം അമേരിക്കക്കാർ ഉൾപ്പെടെ നിരപരാധികളെ ഹമാസ് രാക്ഷസന്മാർ ക്രൂരമായി കൊലപ്പെടുത്തി. അവർ പുരുഷന്മാരെ ശിരച്ഛേദനം ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിക്കുകയും ചെയ്തു. അവർ 251 പേരെ ഗസയിലെ തടവറകളിലേക്ക് ബന്ദികളാക്കി. ഹോളോകോസ്റ്റിനു ശേഷം ജൂതന്മാർക്കെതിരായ ഏറ്റവും മോശമായ ഈ ആക്രമണത്തിന് ശേഷം ഇറാനും മിഡിൽ ഈസ്റ്റിലെ അതിന്റെ സഹായികളും തികച്ചും ആഹ്ലാദഭരിതരായി. ഹനിയെ കൂട്ടക്കൊലയെ പ്രശംസിച്ചു. ഇസ്രായേൽ അവസാനിച്ചുവെന്ന് സിൻവാർ പറഞ്ഞു. ഇസ്രായേൽ ചിലന്തിവേല പോലെ ദുർബലമാണെന്ന് നസ്രള്ള വീമ്പിളക്കി. ഹനിയെ പോയി, സിൻവാർ പോയി, നസ്രള്ള പോയി. ഞങ്ങൾ ഹമാസിനെ തകർത്തു, ഹിസ്ബുള്ളയെ തകർത്തു, അസദിന്റെ ശേഷിച്ച ആയുധങ്ങൾ നശിപ്പിച്ചു, ഇറാന്റെ വ്യോമ പ്രതിരോധം ഞങ്ങൾ തകർത്തു. ഇത് ചെയ്യുന്നതിലൂടെ അമേരിക്കയുടെ ചില കടുത്ത ശത്രുക്കളെ ഞങ്ങൾ പരാജയപ്പെടുത്തി. ബെയ്റൂട്ടിൽ കൊല്ലപ്പെട്ട 241 നാവികർ ഉൾപ്പെടെ അമേരിക്കൻ രക്തനദികൾ ഒഴുകിയതിന് പതിറ്റാണ്ടുകളായി തിരയപ്പെട്ട ഭീകരരെ ഞങ്ങൾ പുറത്തെടുത്തു. നമ്മുടെ ജനങ്ങളുടെ അജയ്യമായ ആത്മാവും നമ്മുടെ സൈനികരുടെ അതിരുകളില്ലാത്ത ധൈര്യവും കൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം നേടിയത്. സിംഹങ്ങളെയും ബാലന്മാരെയും പോലെ ഇസ്രായേൽ ജനം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് യഹൂദയുടെ സിംഹത്തിന്റെ ഗർജനം മിഡിൽ ഈസ്റ്റിലുടനീളം ഉച്ചത്തിൽ കേൾക്കുന്നു. ഇസ്രായേൽ ഒരിക്കലും ശക്തമായിരുന്നില്ല. ഇറാൻ ഭീകരതയുടെ അച്ചുതണ്ട് ഒരിക്കലും ദുർബലമായിട്ടില്ല. ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനും നമ്മുടെ പ്രദേശത്ത് സമാധാനം കൊണ്ടുവരാനും ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഞങ്ങൾ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗസയിൽ ഇസ്രായേലിന് 3 ലക്ഷ്യങ്ങളുണ്ട്. ഹമാസിന്റെ സൈന്യത്തെയും ഭരണ നേതൃത്വത്തെയും നശിപ്പിക്കുക, ഞങ്ങളുടെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക, ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക എന്നും വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനെതിരെ ഒരുമിച്ച് നീങ്ങേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നെതന്യാഹു
പറയുന്നു. യുദ്ധം ജയിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കും. ഇസ്രായേലിന്റെ വിജയം അമേരിക്കയുടെ വിജയമായിരിക്കും. ഞങ്ങൾ യുദ്ധം ജയിക്കുക മാത്രമല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുകയും സമാധാനം നേടുകയും ചെയ്യും. നിങ്ങളുടെ നേതൃത്വവും പങ്കാളിത്തവും ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രദേശത്തിന് ഉജ്ജ്വലമായൊരു ഭാവി ഞങ്ങൾ രൂപപ്പെടുത്തുമെന്നും ഞങ്ങളുടെ മഹത്തായ സഖ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.